CPM നേതാവും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PAയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന A സുരേഷ് കോൺഗ്രസിൽ ചേർന്നു. പാലക്കാട് DCC ഓഫീസിലെത്തിയ സുരേഷ് KPCC DCC ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് തങ്കപ്പനിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. മലമ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് സുരേഷ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. CPMിലെ വിഭാഗീയതയുടെ ഭാഗമായുണ്ടായ വാർത്താ ചോർച്ചയിൽ പ്രതിചേർത്താണ് A സുരേഷിനെ CPMിൽ നിന്നും 12 വർഷം മുമ്പ് പുറത്താക്കിയത്. എന്നാൽ താൻ വിഭാഗീയതയുടെ ഭാഗമല്ലെന്നും തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട സുരേഷ് പാർട്ടി നേതൃത്വങ്ങൾക്കും കൺട്രോൾ കമ്മീഷനും നിവേദനം സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 100 തവണ നിവേദനം തന്നാലും സുരേഷിനെ തിരിച്ചെടുക്കില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ VD സതീശൻ നയിച്ച പുതിയുഗ യാത്രയിൽ സുരേഷ് പങ്കെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരേഷ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. അംഗത്വം എടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര കക്ഷി വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ജയിക്കാൻ തന്നെയാണല്ലോ മത്സരിക്കുന്നത്. 140 മണ്ഡലത്തിലും LDFും UDFും തമ്മിലാണ് മത്സരം. സ്വാഭാവികമായിട്ട് മലമ്പുഴ ഇത്തവണ ഒരു അഭിമാന പോരാട്ടത്തിലാണ്. ഒരു ഇതിഹാസ വിജയം ഉണ്ടാവും. ഇടതുപക്ഷത്തിന് നടക്കും വോട്ടുകൾ കിട്ടും. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് BJPന്ന് വോട്ട് കിട്ടും. കാരണം ജനങ്ങൾ നന്മയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, നന്മയുടെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം ഇത്തവണ UDFന് വോട്ട് ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്.